പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഏവരെയും സ്നേഹപൂർവ്വം ടാലന്റ് അക്കാഡമിയുടെ ഒരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹനിധികളായ ഉദ്യോഗാർത്ഥികളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു. നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ്. കേരള PSC പുറപ്പെടുവിച്ചിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനവുമായി ബന്ധപ്പെട്ട് ടാലന്റ് അക്കാഡമി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കോഴ്സിൻ്റെ പ്രത്യേകത പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. അതോടൊപ്പം തന്നെ സൗജന്യമായ ഇൻ്റർവ്യൂ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് വളരെ സുപ്രധാനമായ ഒരു ഇൻഫർമേഷനിലേക്ക് ആണ്. നമുക്കറിയാം, നിങ്ങൾ PSC പരീക്ഷയിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. PSC പരീക്ഷ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാത്തവരുണ്ടാകും. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി ലഭിക്കാത്തവരുണ്ടാകും. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാനും നിങ്ങൾക്കാവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ നൽകുവാനും നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുകയും ആണ് ടാലന്റ് അക്കാഡമി ഈ സെഷനിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ബിരുദധാരിയാണോ? നിങ്ങൾ PSC പരീക്ഷയെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ടാലന്റ് അക്കാഡമി വിവിധ യൂട്യൂബ് സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ ഇത്തരം ക്ലാസ്സിലൂടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട റാങ്കിൽ എത്താൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ കേരള PSC പുറപ്പെടുവിച്ചിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും. ഈ രണ്ട് പരീക്ഷകൾക്കും കോമൺ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരിക്കും. ആ കോമൺ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ 100 മാർക്കിനാണ്. 75 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണ്. അതിൽ മാത്സ് 20 മാർക്കിന്, ഇംഗ്ലീഷ് 20 മാർക്കിന്, മലയാളം 10 മാർക്കിന്, ടോട്ടൽ 50 മാർക്ക്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്. അങ്ങനെ 100 മാർക്കിന് 75 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഡിഗ്രി പ്രിലിമിനറി കോമൺ പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് കഠിനമായ അധ്വാനവും കൃത്യമായ സ്ട്രാറ്റജിയും കൃത്യമായി മെച്ചപ്പെട്ട ട്രെയിനിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആയിട്ടുള്ള നമ്മുടെ ടാലന്റ് അക്കാഡമി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും സുപ്രധാനമായ കാര്യം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. സബ് ഇൻസ്പെക്ടർ ഓഫ് എന്നാണ് പോലീസിന്റെ നോട്ടിഫിക്കേഷനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കോമൺ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മെയിൻസിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. മെയിൻസിൻ്റെ പരീക്ഷയുടെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ പരീക്ഷയുടെ മാർക്കും കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്താണ്? ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ടാലന്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായ ഫിസിക്കൽ ട്രെയിനിങ് നൽകുന്നു. നമ്മുടെ കോഴ്സുകളുടെ വാലിഡിറ്റി ഏതുവരെയാണ്? എക്സാം വരെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ മക്കളെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട PSCയുടെ നോട്ടിഫിക്കേഷനാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നമുക്കറിയാം, വളരെ എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു ഉദ്യോഗമാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ടാലന്റ് അക്കാഡമി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഉള്ള പരിശീലന ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും സുപ്രധാനമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രിലിംസ് പ്ലസ് മെയിൻസ്, ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്, ഇൻ്റർവ്യൂ എന്നിവ അടങ്ങിയ ഒരു കോഴ്സ് പാക്കേജാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ടാലന്റ് അക്കാഡമി തയ്യാറാക്കിയിട്ടുള്ളത്. കോഴ്സ് വാലിഡിറ്റി എക്സാം വരെ ആണ്. ഇതിലേക്കുള്ള ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ബാച്ചിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. നമുക്കറിയാം, കാറ്റഗറി നമ്പർ 576/2024
കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. വകുപ്പ് ഏതാണ്? ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രൈബ്യൂണൽ, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള PSC പുറപ്പെടുവിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനത്തിലെ ഇതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് കേൾക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ മിക്കവാറും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമാണ് ഈ നിയമനം നടത്തുന്നത് എന്നുള്ളതാണ്. അല്ല, ഇത് നിയമനം നടത്തുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിലേക്ക്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക്, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് ഓഫീസിലേക്ക്, വിജിലൻസ് ട്രൈബ്യൂണലിലേക്ക്, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസിലേക്കാണ് നിയമനം നടത്തുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ഉദ്യോഗ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ഓഡിറ്റർ എന്നുള്ളതാണ്. ശമ്പളം 39,300 രൂപ മുതൽ 83,000 ബേസിക് പേ ആണ്. ഇത് തുടക്കക്കാർക്കുള്ളതാണ്. എന്താണ് 39,300 എന്ന് പറയുന്നത്? DAയും അതോടൊപ്പം HRAയ്ക്ക് ചേർത്ത് ഏകദേശം 47,000 സംതിങ് രൂപ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ആണ്. നമുക്കറിയാം, ഈ പരീക്ഷയ്ക്ക് അയക്കാനുള്ള യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യ യോഗ്യതയാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാം. OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, 39 വയസ്സ് വരെയുള്ളവർക്ക് അയക്കാം. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, 41 വയസ്സ് വരെ അയക്കാം. നമുക്കറിയാം, കേരള PSC പുറപ്പെടുവിക്കുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അവസാനമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2024 ഡിസംബർ 31 വരുന്നതിന് തൊട്ട് മുൻപുള്ള അവസാനത്തെ നോട്ടിഫിക്കേഷൻ 2021 ആ 2021 പരീക്ഷയെ ബേസ് ചെയ്ത റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2023 ഏപ്രിൽ മാസം 12 ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 2026 ഏപ്രിൽ മാസം 12 അപ്പോൾ നമുക്കറിയാം, 2024 ഡിസംബർ മാസം 31 നിലവിൽ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് എപ്പോഴായിരിക്കും? 2026 ഏപ്രിൽ മാസം 13 പുതിയ റാങ്ക് ലിസ്റ്റ് വരും. നോക്കൂ, ഇതിലേക്ക് നിയമനം നൽകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസുകൾ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണൽ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്, ഇവിടേക്കാണ് നിയമനം നൽകുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 39,300 ബേസിക് പേ ആണ്, 83,000 വരെയാണ്. പ്രൊമോഷൻ സ്റ്റാറ്റസ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് വളരെ വലിയ പ്രൊമോഷൻ സാധ്യതകളാണ്. ഏകദേശം അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥി 10 മുതൽ 12 വർഷം വരെ കഴിയുമ്പോൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകും. അവിടെ നിന്നും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകും, അവിടെ നിന്നും സെക്ഷൻ ഓഫീസർ ആകും. നോക്കൂ, ഇവിടെ അസിസ്റ്റന്റായി നിയമനം ലഭിക്കുന്നു, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകുന്നു, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകുന്നു. ഇത്ര വരെയുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് നോൺ ഗസറ്റഡ് പോസ്റ്റുകളാണ്. എന്നാൽ ഗസറ്റഡ് പോസ്റ്റ് ആകുന്നത് സെക്ഷൻ ഓഫീസർ മുതൽ ഗസറ്റഡ് പോസ്റ്റായി മാറും. സെക്ഷൻ ഓഫീസറിൽ നിന്നും അണ്ടർ സെക്രട്ടറി ആയി നിങ്ങൾ സർവീസ് ചെയ്ത് 8 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേർഡ് IASന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അണ്ടർ സെക്രട്ടറി, ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി, അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി. നിങ്ങൾക്ക് അവസാനം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിൽ റിട്ടയർ ചെയ്യാം. നിങ്ങൾക്ക് സർവീസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാം. നോക്കൂ, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഹിസ്റ്ററി 10 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം 10 മാർക്ക്. അങ്ങനെ 100 മാർക്ക് 75 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണ്. സിലബസുകൾ കേരള ഹിസ്റ്ററിയിൽ 10 മാർക്കാണ്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്,
ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. വളരെ ഒരു ചെറിയ സിലബസാണ് കേരള ഹിസ്റ്ററിക്കകത്ത് പഠിക്കാനുള്ളത്. ഇന്ത്യൻ എന്നാണ് ചരിത്രത്തിനകത്ത് പഠിക്കാനുള്ളത്. മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കോൺട്രിബ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ദ ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഇതാണ് ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. വേൾഡ് ചരിത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ചെറിയ സിലബസാണ്. ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ചേർത്ത് 10 മാർക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട റിലവൻ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ PSCയുടെ മറ്റൊരു സുപ്രധാനമായ നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ. അതിൻ്റെ വിജ്ഞാപനവും വന്നു കഴിഞ്ഞു. നമുക്കറിയാം 2024 ഡിസംബർ 31 PSCയുടെ വിജ്ഞാപനത്തിൻ്റെ പെരുമഴയാണ് PSC ഉപയോഗിച്ചത്. നിരവധിയായ നോട്ടിഫിക്കേഷനുകളാണ് 2024 ഡിസംബർ 31 വന്നിട്ടുള്ളത്. അതിൽ ഒരു സുപ്രധാനമായ ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ ബാച്ച് ടാലൻ്റ് അക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞു. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഓഫ്ലൈൻ കോഴ്സിലേക്കും ഓൺലൈൻ കോഴ്സിലേക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ജോഗ്രഫി, ബേസിക് ഓഫ് ജോഗ്രഫി, എർത്ത്, സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, temperature and seasons, global issues, global warming, various forms of pollutions, maps, topographic maps and science, remote sensing, geographic information system, ocean and its various movements, continents, world, nations and its specific features. ഇത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കോമൺ ഫാക്ട്. ഇന്ത്യൻ ജോഗ്രഫി, ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നദേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നദേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽ ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഫിസിയോഗ്രാഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽ ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളും ചോദിക്കും. ദെൻ എക്കണോമിക്സിന് 5 മാർക്കാണ്. എക്കണോമിക്സിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട കറണ്ട് റിലവൻറ്റ് ഫാക്ട് എന്നിവയാണ്. അപ്പോൾ എക്കണോമിക്സിൽ നിന്നും 5 മാർക്കിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ചും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ആത്മാർത്ഥമായും അർപ്പണബോധത്തോടും കൂടി സിലബസ് കൃത്യമായി പഠിച്ച് ഡെയിലി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകൾ കേൾക്കുകയും ഡെയിലി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുകയും ഡെയിലി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും ഡെയിലി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം.
അങ്ങനെ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, അതുമായി ബന്ധപ്പെട്ട മെയിൻസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഒരു ക്വാളിഫയിങ് പരീക്ഷയാണ് എന്ന് വെച്ച് അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും കൃത്യമായ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ഉണ്ടെങ്കിൽ മാത്രമേ ആ പരീക്ഷ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, അർപ്പണബോധത്തോടെ നിങ്ങൾ പഠിക്കുന്നോ അത്രയും എളുപ്പമായിരിക്കും മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും എന്നുള്ളതാണ്. കാരണം ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിൻ്റെ ഏകദേശ ഭാഗങ്ങൾ ഏതിൽ വരുന്നു? ഡിഗ്രി മെയിൻസിൻ്റെ പരീക്ഷയുടെ ഒന്നാമത്തെ പേപ്പറിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു യൂണിഫോം പോസ്റ്റാണ് CPO എന്ന് പറയുന്നത്. ഈ CPO പോസ്റ്റിലേക്ക് നിരവധിയായ ചെറുപ്പക്കാർ അപേക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് CPO എന്ന് പറയുന്നത്. അതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. CPO വിജ്ഞാപനം വന്നതുമായി ബന്ധപ്പെട്ട് ടാലൻറ്റ് അക്കാഡമി അതിൻ്റെ പരിശീലന ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. എന്താ ഈ കോഴ്സിൻ്റെ പ്രത്യേകത? ടാലൻറ്റ് അക്കാഡമിയിൽ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. CPO ബാച്ചിലേക്കുള്ള ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കോഴ്സ് വാലിഡിറ്റി എക്സാം വരെ ആണ് എന്നുള്ളതാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സിവിക്സിൻ്റെ ഭാഗം 5 മാർക്ക്. നോക്കൂ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, റൂൾസ് ആൻഡ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അതുമായി ബന്ധപ്പെട്ട റെലവൻറ്റ് കറണ്ട് ഫാക്ട്സുകളും സിവിക്സിൻ്റെ ടോപ്പിക്സിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിന് എത്ര മാർക്കുണ്ട്? 5 മാർക്കുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട റിലവൻറ്റ് കറണ്ട് ഫാക്ട്സുകളും അതിനകത്ത് വരുന്നു. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. കല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ, കായിക മേഖലയിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകിയത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ടേംസ്, ഇത് അതിനകത്ത് നിന്ന് വരുന്നു. ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ. 8ാമത്തെ പോയിന്റ്, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. 10, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ഇതാണ് കലാ കായിക രംഗത്ത് വരുന്നത്.
സാഹിത്യരംഗത്ത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. 2 ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. 3 എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. 4 കഥാപാത്രങ്ങൾ, കൃതികൾ. 5 പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. 6 മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. ബന്ധപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. കല, കായികം, സാഹിത്യം. അടുത്ത സംസ്കാരമാണ്. കല, കായികം, സാഹിത്യം, സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, അതുമായി ബന്ധപ്പെട്ട റിലവൻ്റ് കറണ്ട് ഫാക്ട്സുകൾ. നമുക്കറിയാം 2024 ഡിസംബർ 31 PSC അവസരങ്ങളുടെ പെരുമഴ പെയ്ച്ചുകൊണ്ട് നിരവധിയായ നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിച്ചു. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലൻറ്റ് അക്കാഡമി സ്പെഷ്യൽ പാക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് 2025, CPO, വിമൺ CPO, LPST, UPST, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പോലീസ് ഡ്രൈവർ, ഫയർമാൻ, ഫയർ വുമൺ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തുടങ്ങിയവയിലേക്കുള്ള വിവിധ ബാച്ചുകളിലേക്കുള്ള ഓഫ്ലൈൻ, ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. അടുത്തത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട 5 മാർക്ക്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, നെയിംസ് ആൻഡ് യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസ്, നെയിംസ് ആൻഡ് യൂസസ് ആൻഡ് ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി, സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, യൂസേഴ്സ്, ഫീച്ചേഴ്സ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു. നോക്കൂ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, അതുമായി ബന്ധപ്പെട്ട കറണ്ട് റിലവൻ്റ് ഫാക്ട്സുകളും ഇതിനകത്ത് വരുന്നു 5 മാർക്കിന്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. സയൻസ് ആൻഡ് ടെക്നോളജി, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ടെക്നോളജി, റിലവൻസ് ഓഫ് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, their activities and contributions of prominent Indian scientists. അതൊരു നല്ല മേഖലയാണ്. ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിംഗ്, ISRO, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാം, DRDO, വിഷൻ, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. 3 എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യാസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്, renewable, non-renewable energy resources, energy policy of India, government policies and programming, energy security and nuclear policy of India. Environmental science issues and concepts related to environment, its legal aspects, policies and treaties for the protection of the environment at the national and the international level, environment protection for sustainable development. Biodiversity, its importance and concern, climate change, international initiatives, policies, protocols and India's commitment, Western Ghats, features, characteristics and issues. Forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, development in biotechnology, green technology and nanotechnology and relevant current facts. നെക്സ്റ്റ് സിമ്പിൾ അരിത്തമെറ്റിക് ആണ്. അതിനകത്ത് 10 മാർക്കുണ്ട്. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ
മെൻ്റൽ എബിലിറ്റിയുമുണ്ട്. അത് നമ്മൾ സാധാരണ എല്ലാ എക്സാമുകളിലും കേൾക്കാറുള്ള കാര്യങ്ങളാണ്. ഗണിതത്തിന് സിമ്പിൾ അരിത്തമെറ്റിക്കിന് 10 മാർക്ക്, മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്ക്, 20 മാർക്ക്. ഇംഗ്ലീഷിന് വന്നിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിന് 10 മാർക്ക്, വൊക്കാബുലറിക്ക് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളം കൂടി ചേർത്ത് 50 മാർക്ക്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്, 100 മാർക്ക്, 75 മിനിറ്റ് ദൈർഘ്യമുള്ള ഏത് പരീക്ഷ? ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടാലൻറ്റ് അക്കാഡമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി സ്ട്രാറ്റജിയോടുകൂടിയ വിവിധ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൃത്യമായ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാം വിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ കെമിസ്ട്രി നമ്മൾ 10ാം ക്ലാസ് പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുന്നു. ആ ഒരു വർഷം പഠിപ്പിച്ച കെമിസ്ട്രി പാഠഭാഗം തലേ ദിവസം ഇരുന്ന് പഠിച്ച്, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടിരുന്ന് പഠിച്ച് നമുക്ക് പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ കഴിയും. ഫിസിക്സ് അങ്ങനെ നമുക്ക് കഴിയും. എന്നാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തലേ ദിവസം കൊണ്ട് പഠിച്ച് നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. കൃത്യമായ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും വേണം. മാത്രമല്ല, ഡെയിലി നമ്മൾ കേൾക്കുകയും ഡെയിലി നമ്മൾ വായിക്കുകയും ഡെയിലി നമ്മൾ പരിശീലനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ മാത്രമേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് കൃത്യമായ വിജയം നേടാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റീസുകൾ, അതിനു വേണ്ടിയിട്ടുള്ള മെൻറ്റർ സപ്പോർട്ടുകൾ ടാലൻറ്റ് അക്കാഡമിയുടെ വിവിധ കോഴ്സുകളിൽ നൽകി വരുന്നു. കോഴ്സ് വാലിഡിറ്റി പരീക്ഷ വരെയാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിഗ്രി പരീക്ഷകൾക്ക് പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻസിൻ്റെ പരീക്ഷയുടെ കോഴ്സ് അതോടൊപ്പം ലഭിക്കുന്നു. മാത്രമല്ല, ഇൻ്റർവ്യൂ ക്ലാസ്സും ലഭിക്കുന്നു. സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് മെയിൻസൊക്കെ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായ ഫിസിക്കൽ ട്രെയിനിങ് നൽകുന്നു ടാലൻറ്റ് അക്കാഡമി. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ടാലൻറ്റ് അക്കാഡമി വളരെ വലിയൊരു സുവർണ അവസരമാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാലൻറ്റ് അക്കാഡമിയുടെ ഈ വിവിധ കോഴ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾ ആകമാനം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ RRB NTPC നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു നോട്ടിഫിക്കേഷനാണ്. റെയിൽവേയിൽ ജോലി നേടുക, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടുക. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലൻറ്റ് അക്കാഡമി RRB NTPCയുടെ ഓൺലൈൻ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. RRB NTPC ഓഫ്ലൈൻ ബാച്ചുകൾ ലഭ്യമാകുന്ന ടാലൻറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ തമ്പാനൂർ, കാട്ടാക്കട, നെയ്യാറ്റിൻകര, എറണാകുളം എന്നിവയാണ്. ടാലൻറ്റ് അക്കാഡമിയുടെ എറണാകുളം, കാട്ടാക്കട, നെയ്യാറ്റിൻകര, കോഴിക്കോട് ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ മന്ത്ലി ഫീസിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് PSC അതോടൊപ്പം തന്നെ റെയിൽവേ പരീക്ഷകളുടെ പരിശീലനത്തിൽ ഏർപ്പെടാം. ഈ അവസരം നിങ്ങൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മന്ത്ലി ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പരീക്ഷ വരെ പഠിക്കാവുന്നത് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേ പുറപ്പെടുവിച്ച മറ്റൊരു സുപ്രധാനമായ വിജ്ഞാപനമാണ് ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. ഏകദേശം 32,438 വേക്കൻസികളുമായി കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും ഇന്ത്യയിലെ ആകമാനമുള്ള ഉദ്യോഗാർത്ഥികൾക്കും വളരെ അധികം പ്രതീക്ഷ നൽകുന്ന മറ്റൊരു റെയിൽവേയുടെ വിജ്ഞാപനമാണ് ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഗ്രൂപ്പ് Dയുടെ ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ടാലൻറ്റ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. അതോടൊപ്പം തന്നെ കേരളത്തിലെ വീട്ടമ്മമാർ, സ്വകാര്യ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ അവരുടെ സൗകര്യാർത്ഥം ഈവനിങ് ഓൺലൈൻ ജനറൽ PSC ബാച്ച് ടാലൻറ്റ് അക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞു. ഈ ബാച്ച് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഡെയിലി വീക്കിലി എക്സാമാണ്.
10+ KPSC സബ്ജക്റ്റ് വർക്ക്ഷോപ്പാണ്. ഓൺലൈൻ മെൻഡർ സെഷൻസ് ഉണ്ടായിരിക്കും. 100 KPSC ഓൺലൈൻ മോക്ക് ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഈ കോഴ്സ് വാലിഡിറ്റി അപ് ടു എക്സാം വരെ ആയിരിക്കും. ഈ ഈവനിങ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. നമുക്കറിയാം, കേരള PSC നമ്മൾ പുറപ്പെടുവിച്ച നിരവധിയായ നോട്ടിഫിക്കേഷൻ 2024 ഡിസംബർ 31-നാണ്. ലക്ഷ്യബോധത്തോടെ പ്രയത്നിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാക്കാം. ടാലന്റ് അക്കാഡമി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് 2025, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 2025, എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർമാൻ, ഫയർ വുമൺ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് മോർ KPSC എക്സാമുകളിലേക്കുള്ള ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ ടാലന്റ് അക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ 78 45 89 44 92 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ടാലന്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സുവർണ അവസരം പരമാവധി കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പ്രയോജനപ്പെടുത്തുക. ഒരു അക്കാഡമിക് എക്സാമിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അക്കാഡമിക് എക്സാമുകളെല്ലാം ക്വാളിഫയിങ് എക്സാമാണ് എന്ന് പറഞ്ഞാൽ ഹയർ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഹയർ കാര്യങ്ങളിലുള്ള ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് അക്കാഡമിക് എക്സാം. എന്നാൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് അവിടെ വിജയവും തോൽവിയും ഉണ്ടാകുന്നു. ഏറ്റവും നന്നായിട്ട് കഠിനമായി പരിശ്രമിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറുക മാത്രമല്ല, റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ആദ്യം വരുന്നവർക്ക് ആദ്യത്തെ അഡ്വൈസ് ലഭിക്കുകയും അങ്ങനെ വളരെ വേഗം ജോലി നേടാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക, ആത്മാർത്ഥമായിട്ടുള്ള പരിശീലനത്തിൽ ഏർപ്പെടുക. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പരിശീലനത്തിൽ ഏർപ്പെടുക. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം പ്രാക്ടീസ്, അക്ഷീണമായ പ്രയത്നം നിങ്ങൾ നടത്താമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിശാലികളാണ്, നിങ്ങൾ കഴിവുള്ളവരാണ്, നിങ്ങൾ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളുടെ കഴിവും ബുദ്ധിയും ശക്തിയും കൃത്യമായി യഥാവിധി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്ത ആദ്യത്തെ റാങ്കിൽ, ബെറ്റർ റാങ്കിൽ, മെച്ചപ്പെട്ട റാങ്കിൽ 1 മുതൽ 10 വരെയുള്ള റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്തിയാൽ എന്താ നേട്ടം? ആദ്യത്തെ അഡ്വൈസ് എഴുതി വെക്കുമ്പോൾ ആ അഡ്വൈസുകളിൽ 1ാമത്തെ പേര് നിങ്ങളുടേതായിരിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നം, അതിനുവേണ്ടിയുള്ള കഠിനമായ പ്രയത്നം, നിരന്തരമായ പ്രയത്നം നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.